വെൽക്കം ടു ഐഷൂട്ടി വ്ളോഗ്സ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ കാണിക്കുന്നതെന്നല്ലേ. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൈൻഡ് ടെസ്റ്റാണ്. കാരണം കുട്ടികൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് ബ്ലൈൻഡ് ടെസ്റ്റ് ചെയ്യണം, അത് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു ചെടിയാണ്, മീനിനെ ഇട്ട് കൊടുക്കുന്നത്. അതായത് മീൻ വളർത്തുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഈ ചെടിയെ. ഇത് ഹലുവ, ഇത് ലോഷനാണ്, ബോഡി ലോഷൻ. പഴം, ഇത് തേങ്ങ ചിരകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് റബ്ബർ, അങ്ങനെ സ്ക്രബ്ബ്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനങ്ങൾ തന്നെയാണ്, കാരണം അവർ വീട്ടിൽ സ്ഥിരമായി കാണുന്ന സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. അവർ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ബ്ലൈൻഡ് ടെസ്റ്റ് ഇങ്ങനെ കളിയായിട്ട് ചെയ്യുന്നുണ്ട് അവർ. അപ്പം ഏകദേശം സാധനങ്ങളൊക്കെ വെച്ചാൽ അവർക്കറിയും. ഇത് കുറച്ചും കൂടി ടഫായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചെടി വെച്ചിട്ട് ഞാനൊരു കുപ്പിയിലാക്കി ഇങ്ങനെ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ബ്ലൈൻഡ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. സ്റ്റാർട്ട് ചെയ്യാണ്. ഈ പാത്രത്തിലാണ് സാധനം വയ്ക്കുന്നുള്ളത്. ഇതാണ് ഫസ്റ്റായിട്ട് വെക്കുന്നുള്ളത് കേട്ടോ. ഈ സാധനമാണ്. ഇത് മറ്റേ ഇത് കുപ്പി ക്ലീൻ ആക്കുന്ന ബ്രഷ്. യെസ്. അടുത്തതായി വെക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. ഇതേ സാധനമാണ്. മീനുണ്ട്, കൊള്ളാൻ പാടില്ല. ചിലപ്പോൾ മീനുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് മറ്റേ എന്റെ ചെടി ഗപ്പിക്കിടുന്ന. ഞാൻ തവളനെ പോലെ ഉണ്ടായി. ഞാൻ തവളന്റെ കാലം. അടുത്തതായി ഇതാണ്. ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വെള്ളത്തിൽ മണത്ത് നോക്കാൻ പാടില്ല. ഇവിടെ തന്നെ ഉള്ള സാധനം നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. മനസ്സിലായി. എന്തറിയോ, ഇത് മറ്റേ സിറപ്പ് അല്ലേ? അല്ല, സിറപ്പ് മണപ്പിച്ച് നോക്കിക്കൂടെ? സോപ്പാണ്. ഹാൻഡ് വാഷാ? അല്ല. ഹാൻഡ് വാഷ് അല്ല. ഷാമ്പു അല്ല. അധികം സ്കിന്നിനെ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണിത്. മറ്റേ ഈ വാസ്ലിന്റെ ഒരു പച്ച ടിന്നിലുണ്ടാകുന്ന ഒരു വെള്ള ക്രീം അല്ലേ? മണം വരുന്നേ. അടുത്തത് ഇതാണ് കേട്ടോ. ഓക്കെ. തായിട്ടല്ല, മറ്റേ കാലല്ലേ തേക്കുന്നത് ബ്രഷ് അല്ലേ? വലിയ തവളനെ കൊണ്ടാ അത് ഗപ്പീനെ കൊണ്ടാ.
അടുത്തത് വെക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. എന്ത് അതങ്ങനെ പറയും. പിന്നെ പാമ്പൊന്നും വെച്ചല്ല വെച്ചാ ഒരു കുഞ്ഞു സാധനമാണ്. തൊട്ട് നോക്ക്. ശരിക്കൊന്ന് പിടിച്ചു നോക്ക്. ഇതെന്ത് പിടിക്കാനുള്ള മണ്ണിരന്നല്ലോ. ചേർട്ടനെ കൊണ്ട് എന്ത് വെച്ചിട്ട് അന്ന് പറയണ്ട. വലുത് അന്വേഷിച്ചായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ചെറുതാ കിട്ടിയ. മണ്ണിരയാ? യെസ്. കിട്ടുന്ന കോയിന്റെ വായിന്റെ ഉള്ളിൽ നിർത്തിട്ടുണ്ടാവും. അടുത്തതായി വെക്കാൻ പോകുന്ന ഇതാണ്. തവള തവള ഉറപ്പ് തവള ഫുള്ള് സെറ്റാണ്. അവന്നെ എന്റെ ഗപ്പി കൊടുത്തത് പിടിച്ചിട്ടിട്ടല്ലേ തവള തന്നെ. എടുത്തു നോക്ക്, നേരെ പിടിച്ചു നോക്ക്. തവളനാ ഇതാട്ടിന് ഈ കായ്ത്തൊലിയായി. കായ്ത്തൊലി വന്നിട്ട് ഞാൻ വെച്ച് തവളേന്ന്. അടുത്തതായി വെക്കുന്നത് ഇതാണ്. ഇങ്ങനെ ജബിളി ജബിളി പോലെ ഉണ്ടല്ലോ. കൊറേ സമയം എടുക്കാൻ പറ്റില്ല. പാത്രം എടുക്ക്. ഇത് എന്ത് തുള്ളുന്ന സാധന? അതൊന്നും പറഞ്ഞു തരില്ല. കടിക്കോ? അതൊന്നും അറിയില്ല. തോറ്റോ? തോറ്റ? മനസ്സിലായി. മുടിക്കിടുന്ന റബ്ബർ റൗണ്ട് ഷേപ്പ്. ഇതാണ്. കൊറേ സമയം എടുക്കാൻ പറ്റിയില്ല. എലിക്കണി. എലിക്കണി തന്നെ അന്റെ കൈക്ക് കുത്തുന്നു. അല്ല, ഇല്ലേ അതല്ല, ഇത് കോലുണ്ടായി. അല്ല, പെട്ടെന്ന് പറയണോ? ഇത് മറ്റേ ടാങ്ങിങ്ങനെ ചേർണ്ടെന്നെ. നീ കൊറേ സമയം എടുക്കണ്ട, അത്ര സമയം എടുക്കാൻ പാടില്ല. ഞാൻ ഉണ്ടാക്കണ്ടേ?
എന്ത് മനസ്സിലാണ്ട് ഇങ്ങനെ മുള്ളു പോലത്തെ സാധനം കൊണ്ട് വെച്ചിട്ട് അടുത്ത ഇതാണേ. എത്ര കംപ്ലീറ്റ് ആയി? 10 ഇത് ലാസ്റ്റ്. അതിനകത്തൊരു പാത്രമുണ്ട്. കൂടാലോ. എന്തോ ജബിളി ജബിളിയാണ്. പൂതൂനൊന്നും ഇട്ടൂടാ. അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലൊരു പാത്രമുണ്ട്. ഇതിന്റെ ഉള്ളിൽ വേറെ പാത്രമുണ്ട്. എത്ര 3 പാത്രമുണ്ടോ? ഈ മണ്ണിന് എന്തോ പൂതു ഞെങ്ങിങ്ങനെ. അത് ചിലപ്പോൾ കൈക്ക് തുള്ളാനും മതി. തുറന്നില്ല. പെട്ടെന്ന് പറയടോ. ആ അങ്ങനെ ഞാൻ പറയാം. ഓക്കെ, സിറാജുദ്ദീൻ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. ഇനി റസാനാണ്. ഇത് എൻ്റെ അനുജനാണ് സിറാജുദ്ദീൻ. സിറാജു എന്ന് ഞങ്ങൾ വിളിക്കുന്നു. അടുത്തത് എൻ്റെ മകനാണ്. ഇതേ ബ്ലൈൻഡ് ടെസ്റ്റിന് വേണ്ടി ഇരിക്കുന്നത്. റസാൻ എന്നാണ് അവൻ്റെ പേര്. അബ്ദുൾ റസാൻ എന്നാണ്. റസു എന്ന് ഞങ്ങൾ വിളിക്കുന്നു. ഇത് വെച്ച് കൊടുക്കുന്നേ. സ്റ്റാർട്ട്. യെസ്. അടുത്ത ഇതാണ്. കടിക്കും, ചിലപ്പോ തുള്ളും. എന്ത് അടുത്ത് കടിക്കുന്ന സാധനം വെള്ളത്തിൽ സാധാരണ പെരയിൽ നമ്മളെ പെരയിൽ വെള്ളത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. കടിക്കുന്നു അടുത്ത ഇതാണേ. ഇത് കടിക്കൂ, ഇതെന്തായാലും കടിക്കൂ. ചെറിയ സാധനം നോക്ക്. അതന്നെ കടിക്കു പറഞ്ഞ. തുറന്നോക്കല്ല. മണ്ണീരൊന്ന് കൊണ്ടിടല്ലേ. ഇത് കുത്തുന്ന സാധനം. കുത്തും, എന്തായാലും കുത്തും. അത് കുത്തുന്ന തന്നെ മോനെ. ഇതെന്ത് കക്കൂസാവുന്ന ബ്രഷാ? അല്ല, ഇതാ കുപ്പിനുള്ളിലേക്ക് ഇട്ട് തുറക്കുന്ന ബ്രഷ്. മനുഷ്യനൊന്നും കാണാൻ ക്ലൂ തരില്ല, എന്തായാലും നീ എന്നെ കണ്ടുപിടിക്കണം. ഞെലിക്കുന്ന കുറേനെ. ഇതാ മറ്റേ കൈക്കേക്കുന്ന വെള്ള ക്രീം അതല്ലേ? അല്ലേ?
ഇത് തുള്ളുന്ന സാധനം. ചിലപ്പോൾ കമ്പിളിപ്പുതുവാനും മതി. കമ്പിളിപ്പൂതലും ഉണ്ടാകുന്നത്. അറിയത്തില്ല. തൊട്ടോക്ക്. അറിയത്തില്ല. സമ്മതിച്ചോ? അതാ തൊട്ടങ്ങ് സമ്മതിച്ച്. ഓക്കെ. ആയിക്കോ. അതുപോലും അറിയില്ല. അതന്നെ ഈസി. ചേച്ചി കുത്തുന്ന സാധനം. ഇതാ തേങ്ങ ഇറങ്ങുന്നത്. ഇത് ജബിളിച്ചാണ് ഈ ചാണം പോളത്. അലുവ. യെസ്, കറക്റ്റ് ആൻസർ. എല്ലാ ആൻസറുകളും ശരിയാണ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോയില് വിജയിച്ചിരിക്കുന്നത് ഞാനാണ്. എനിക്ക് എല്ലാ ഉത്തരവും പറഞ്ഞുകൊണ്ട് 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. ഇവന് എൻ്റെ അനിയൻ റസാൻ, അവൻ ഈ സാധനം ഈ മുടിക്ക് കെട്ടുന്ന ഈ റബ്ബറിൻ്റെ ഉത്തരം അവൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ 9 പോയിന്റാണ് ലഭിച്ചത്. ഞാൻ എല്ലാ ഉത്തരവും ശരിയായി പറഞ്ഞതുകൊണ്ട് എനിക്ക് 10 പോയിന്റ്. അപ്പോൾ ഈ കളിയിലെ വിജയി ഞാനാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് പ്രസ് ചെയ്തിട്ട് ഇതുപോലത്തെ എനിക്ക് ഇടുക്കാച്ചിയായിട്ടുള്ള വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ലഭിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.